നമസ്കാരം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്ത വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അത് ദൈവത്തിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റായ ഡോക്ടർ വില്ലി സൂൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല രൂപപ്പെടുത്തി. ആ മാത്തമാറ്റിക്കൽ ഫോർമുല പറയുന്നത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായും ചിട്ടയായും രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തക്ക വണ്ണം, അല്ലെങ്കിൽ ജീവൻ സാധ്യമാകത്തക്ക വണ്ണം ഈ യൂണിവേഴ്സ് കൃത്യമായും ചിട്ടയോടുകൂടിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിനവർ പറയുന്നത് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് എന്നാണ്. ഈ യൂണിവേഴ്സ് കൃത്യമായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇതിലൂടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിന് പിന്നിൽ, അതായത് ഈ ഫൈൻ ട്യൂണിങ് യൂണിവേഴ്സിന് പിന്നിൽ ഒരു ഹയർ പവർ ഉണ്ട് എന്നുള്ളത്. അതിനവർ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ മാറ്ററും എനർജിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിലനിന്നാൽ മാത്രമേ ജീവിതം അല്ലെങ്കിൽ ജീവൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളെ സൂര്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭൂമിയിൽ ജീവൻ സാധ്യമാകുകയില്ല. അതുപോലെ തന്നെ ഗ്രാവിറ്റി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സൂര്യനായിട്ട് നിൽക്കുവാനായിട്ട് അതിന് സാധിക്കില്ല, അല്ലെങ്കിൽ നക്ഷത്രമാകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കോടാനുകോടി നക്ഷത്രങ്ങളെല്ലാം നക്ഷത്രങ്ങളായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവയുടെ മാറ്ററും എനർജിയും തമ്മിലുള്ള കൃത്യമായിരിക്കുന്ന ആ പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതത്തിലാണ് നിൽക്കുന്നത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. ഇപ്പോൾ നമ്മളെ ഭൂമിയിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് 23.5 ഡിഗ്രി ചരിവുണ്ട്. ഈ 23.5 ഡിഗ്രി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിതം സാധ്യമാകുകയില്ല. ഇനി ഭൂമിയുടെ ഗ്രാവിറ്റി അല്പം ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത്ര കൃത്യമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഭൂമിയിൽ ജീവിതം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ജീവൻ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവൻ സാധ്യമാകുകയില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും പ്രിസൈസായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനെ സപ്പോർട്ട് ചെയ്യത്തക്ക വണ്ണമാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ജൂപ്പിറ്ററിൻ്റെ കേസ് എടുക്കാം, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കേസ് എടുക്കാം. നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഈ വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹം അങ്ങോട്ട് മാറി ഒരു ഭീമൻ, ഒരു വാതക ഭീമനെ നിർത്തിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് ഭൂമിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാതക ഭീമനാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്ന പല ഉൽക്കകളും മറ്റുമൊക്കെ അതിനെ ആകർഷിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വാതക ഭീമനായിരിക്കുന്ന ജൂപ്പിറ്ററാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും കൃത്യമായിട്ട് ജീവൻ ഉണ്ടാകത്തക്ക വണ്ണം, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കത്തക്ക വണ്ണം ഓരോന്നും കൃത്യമായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിന് പിന്നിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറെയാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധി കേന്ദ്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫോർമുലയിലൂടെ ഇദ്ദേഹം മുന്നോട്ട് വന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാദത്തെ എതിർക്കുന്നതായിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മിക്കവാറും തന്നെ നിരീശ്വരന്മാരായിരിക്കുന്ന ശാസ്ത്രകാരന്മാരാണെന്നുള്ളതാണ് വാസ്തവം. ഇദ്ദേഹം ഈ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് 1928 ബ്രിട്ടീഷ് ഫിസിസ്റ്റായിരുന്ന പോൾ ഡിറാക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെയാണ്. അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം അന്ന് ഒരു ഇക്വേഷനിലൂടെ പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൻ്റെ പിന്നിൽ ഒരു ആൻറ്റി മാറ്റർ എന്ന് പറയുന്നതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. അന്നുണ്ടായിരുന്ന പലരും അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകില്ല. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ ഇദ്ദേഹം പറയുകയാണ് ഇതിന് പിന്നിൽ, അതായത് ഈ ഫൈൻ ട്യൂണിങ് യൂണിവേഴ്സിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു ഹയർ പവറുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ന് കാണാൻ കഴിയും. എന്നാൽ പല നിരീശ്വരന്മാരും ഇതിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. കാര്യം ഇത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഹാർവാർഡ്, അപ്പോൾ ചിലർ അതിനെ സംബന്ധിച്ച് വാദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവാർഡിൽ പഠിച്ചാലും കേംബ്രിഡ്ജിൽ പഠിച്ചാലും എവിടെ പഠിച്ചാലും പറയുന്നത് ദൈവ അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവാനുകൂലമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ അവർ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളായിട്ടാണ് പലരും അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അതായത് സത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിരീശ്വരന്മാരുടെ പൊതുവായ മുഖം ഇവിടെ നമുക്ക് കാണാം. പോൾ ഡിറാക്ക് ആൻറ്റി മാറ്ററിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് തൻ്റെ ഇക്വേഷനിലൂടെ പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന പലരും അതിനെ അംഗീകരിച്ചില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രലോകം എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി, വളരെ ജിജ്ഞാസയോടുകൂടി തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആൻറ്റി മാറ്ററിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ന് ആൻറ്റി മാറ്റർ ഈ യൂണിവേഴ്സിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനെ എതിർക്കാനായിട്ട് പോകുകയില്ല. എന്നാൽ ആൻറ്റി മാറ്ററിന് തെളിവ് തേടിയുള്ള പ്രയാണത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം എന്ന് കാണാൻ കഴിയും. 1928 അദ്ദേഹം ഈ പോൾ ഡിറാക് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർത്തവരാണ് ഇന്ന് അത് മാറ്റി പറയാനായിട്ട്
ഇടവന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഫൈൻ ട്യൂൺഡായിട്ടുള്ള ഈ യൂണിവേഴ്സിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുണ്ട്, ഒരു ഹയർ പവറുണ്ട് എന്നാണ് അദ്ദേഹം ഫോർമുലയിലൂടെ പറയുന്നത്. എന്നാൽ ഈശ്വര വിശ്വാസികളോട് ദൈവം ഉണ്ടെന്നതിന് ശാസ്ത്രകാരന്മാർ തെളിവ് കണ്ടെത്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു ശാസ്ത്രം കൊണ്ട് തെളിയിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ്. അതിനവർ പറയുന്ന കാര്യം സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് മെഴുകുതിരി കത്തിച്ച് നോക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ്. സൂര്യനെ കാണാനായിട്ട് യഥാർത്ഥത്തിൽ മെഴുകുതിരി കത്തിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതായത് അവർ പറയുന്ന കാര്യം ദൈവമുണ്ടെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കണ്ണിന് മുമ്പിൽ വ്യക്തമാണ് എന്നുള്ളതാണ്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന രാത്രിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന താരാഗണങ്ങളെ നോക്കിയാൽ ദൈവം ഉണ്ടെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം പ്രപഞ്ചത്തെ നോക്കിയിട്ട് നമുക്ക് ദൈവമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രപഞ്ചം അത്രമേൽ ബൃഹത്തായ ഒന്നാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കോടാനുകോടിയാണ്. അതിലെ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഗ്രഹങ്ങളെയൊക്കെ കണ്ട് അത്ഭുത സ്തബ്ധരായ ശാസ്ത്രകാരന്മാർ അതിൻ്റെ മുമ്പിൽ അങ്ങനെ അന്തിച്ച് നിൽക്കുന്ന രംഗമാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രകാരൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ദൈവമുണ്ട് എന്നവർക്ക് വിശ്വസിക്കാൻ. അതാണ് വിശ്വാസം. എന്നാൽ ഡോക്ടർ വില്ലീസൂണിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിരീശ്വരന്മാരുടെ പ്രസ്താവനകളെന്ന് പറഞ്ഞാൽ വളരെ ബാലിശമാണെന്ന് കാണാൻ കഴിയും. അവർ പറയുന്നത് ഹാർഡ്വേർഡ് ആയാലും കേംബ്രിഡ്ജ് ആയാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും അവിടുത്തെ ഏത് പ്രൊഫസറാണെന്ന് പറഞ്ഞാലും ഏത് ശാസ്ത്രകാരനാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ശാസ്ത്രകാരനല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം പൊള്ളത്തരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്താ കാര്യം? അവർ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ എല്ലാ മാനദണ്ഡങ്ങളും ശാസ്ത്രത്തിൻ്റെതായിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ചെയ്തതെങ്കിൽ കൂടിയും അവർ പറയുന്ന വിഷയം ദൈവമായതുകൊണ്ട് അതെന്തല്ല, അത് സത്യമല്ല എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെന്ന് പറയുന്ന ചില നിരീശ്വരന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്ധവിശ്വാസികളെന്ന് പറയേണ്ടത്. കാരണം ദൈവത്തെക്കുറിച്ച് പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അദ്ദേഹം എന്താണ്, കള്ളത്തരമാണ്, അദ്ദേഹം ഫ്രോഡാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇപ്പോൾ നിരീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ്. അവർ വിശ്വസിക്കുന്നത് എന്താണ്? ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈശ്വര വിശ്വാസികൾ എന്ത് വിശ്വസിക്കുന്നു? ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ ആരാ? വിശ്വാസികളാണ്. എന്നാൽ ഞാൻ പറയും യഥാർത്ഥത്തിൽ അന്ധവിശ്വാസികളെന്ന് പറഞ്ഞാൽ ഈ നിരീശ്വരന്മാരാണെന്നുള്ളതാണ്. കാരണം ഈ യൂണിവേഴ്സ് ഉണ്ടായത് ഒരു ചാൻസിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നതിൽ പരം അന്ധവിശ്വാസം മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു ചാൻസിൽ നിന്ന് എന്തുണ്ടായി? ഒരു വലിയ യൂണിവേഴ്സ് ഉണ്ടായി, അതിൽ ജീവജാലങ്ങളുണ്ടായി, മനോഹരമായിരിക്കുന്ന ഭൂമി ഉണ്ടായി, അതിലെ ജീവജാലങ്ങളുണ്ടായി, പൂക്കളുണ്ടായി, വൃക്ഷങ്ങളുണ്ടായി, നദികളുണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആര്? ചാൻസിലൂടെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പൊട്ടിത്തെറിയിലൂടെ എന്തുണ്ടായി? പൊട്ടിത്തെറിയിലൂടെ മനോഹരമായിരിക്കുന്ന പ്രപഞ്ചമുണ്ടായി, മനോഹരമായിരിക്കുന്ന ഗാലക്സികളുണ്ടായി, മനോഹരമായിരിക്കുന്ന ഭൂമിയും അതിലെ ജീവജാലങ്ങളുണ്ടായി എന്ന് വിശ്വസിക്കുന്നതിൽ പരം അന്ധവിശ്വാസം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? അത് വിശ്വസിക്കുന്ന കൂട്ടരാണ് ഈ പറയുന്ന നിരീശ്വരന്മാരെന്ന് പറയുന്നത്. യാതൊരുവിധ ലോജിക്കുമില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പിൽ നമുക്ക് തെളിവുണ്ട്. നമ്മളെല്ലാവരും ഉണ്ടായത് എവിടെ നിന്നാണ്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചവും അതിലുള്ള സമസ്തവും ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു കാരണഭൂതനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനറുണ്ട് എന്നുള്ളത് നമ്മളുടെ കോമൺ സെൻസാണ്. അതുപോലും വിശ്വസിക്കാത്ത, അതുപോലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്ന നിരീശ്വരന്മാരെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പേന കൊണ്ടുവന്ന് തന്നിട്ട് പറയണം, ഈ പേന കോടാനുകോടി വർഷങ്ങളെടുത്ത് പരിണമിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ രൂപപ്പെട്ടു വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരം മണ്ടന്മാർ ലോകത്ത് വേറെ എങ്ങുമില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പരിണാമവാദിയുടെ മുമ്പിൽ പോലും നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പേനെടുത്ത് കൈ കൊടുത്തും പറയണേ ഇത് പരിണമിച്ചുണ്ടായതെന്ന് പറഞ്ഞാൽ അവൻ പോലും എന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയില്ല. കാരണം അവനറിയാം ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനറുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, ഇതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഈ പേന ഈ രൂപത്തിലായതെന്ന് അവൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ പേനയുടെ കാര്യത്തിൽ അതൊക്കെ എല്ലാം ലോജിക്കലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ സങ്കീർണവും എത്രയോ അത്ഭുതാവഹമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത്, അതിലെ ജീവജാലങ്ങളെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കണ്ണിനെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ, മറ്റ് ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, സൂര്യനെക്കുറിച്ച് പറഞ്ഞാൽ, നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഗാലക്സികളെക്കുറിച്ച് പറഞ്ഞാൽ, ഇവയെല്ലാം ഒരു പൊട്ടിത്തെറിയിലൂടെ
ഉണ്ടായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ചാൻസിലൂടെ ഉണ്ടായി എന്ന് പറയുന്നതിൽ പരം മണ്ടത്തരം ലോകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ വില്ലി സൂൺ അത് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട്, അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്താണ് അത് മണ്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ നിരീശ്വരന്മാരോടുമായിട്ട് പറയുകയാണ്, ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ അവന് ഈ ശാസ്ത്രീയമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനം ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, അവന് വിശ്വസിക്കാം. അപ്പോഴാണ് അവൻ്റെ വിശ്വാസമായിട്ട് മാറുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.